അൻസിബ നോറ ബിഗ് ബോസ് വീട്ടിലെ കൊടിയ വിഷങ്ങളാണ്. ബുള്ളി ഗ്യാങ് ആണ്. അതെ, ബുള്ളി ഗ്യാങ്. കാരണം ആ പേര് തന്നെയാണ് അവർക്ക് കൊടുക്കേണ്ടത്. കാരണം ഇന്ന് വരെ മലയാളം ബിഗ് ബോസിൽ ഇത്ര മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒട്ടും കരുണയില്ലാത്ത രണ്ട് കണ്ടസ്റ്റൻസിനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഒരു സംഭവം ഉണ്ടായി. ഈ പറയുന്ന ഹോട്ടൽ ടാസ്കിലേക്ക് ഇന്റർവ്യൂ ചെയ്ത് ഓരോ ടീമിലെ ആൾക്കാരെ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ടീമിലെ സിജോയെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അൻസിബ ചോദിച്ചു, സിജോ ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സമയത്ത് മറിഞ്ഞു വീഴുന്നു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും തട്ടി മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ ആ പേരും പറഞ്ഞുകൊണ്ട് സിജോ സഹതാപം പിടിച്ചു പറ്റി ജോലി ചെയ്യാതെ ഇരിക്കുമോ എന്നിങ്ങനെ ചോദിച്ചു. അത് എന്തുദ്ദേശത്തിലാണ് അൻസിബ ചോദിച്ചത്? ഇന്ന് വരെ ഞാനൊരു കണ്ടസ്റ്റന്റിനെ ബുള്ളി ഗ്യാങ് എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എൻ്റെ റിവ്യൂ നിങ്ങൾ കാണുന്നതാണ്. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് ഞാൻ പറയണ അൻസിബയാണ് ബുള്ളി. കാരണം ഒരു കണ്ടസ്റ്റന്റിന്റെ മുഖത്ത് റോക്കി ഇടിച്ച് അയാൾ 30 ദിവസം പുറത്ത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വായിൽ 10 പ്ലേറ്റ് വിട്ട് അതിൽ ഒരു പ്ലേറ്റ് ഇപ്പോഴും റിമൂവ് ആക്കിയിട്ടില്ല. 6 മാസം കഴിഞ്ഞ് ആ പ്ലേറ്റ് റിമൂവ് ആക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരാളോടാണ് നിങ്ങൾ അങ്ങനെ ഉള്ളത് കൊണ്ട് നിങ്ങൾ സഹതാപം കാണിച്ച് ജോലി ചെയ്യാതിരിക്കുമോ എന്ന് ചോദിക്കും. അൻസിബയുടെ നിലവാരം എന്താണ്? വളരെ മോശം, വൃത്തികെട്ട വിഷം, ഗോസിപ്പ് അത് പുറത്തു വന്നു. അൻസിബയുടെ എനിക്ക് അത് തോന്നിയത്, ഞാൻ സിജോടൊന്നും പറയുന്നതല്ല, പക്ഷെ ഈ സംഭവം കണ്ടപ്പം അത്രയ്ക്ക് നിലവാരം ഇല്ലാത്ത ഈ പറയുന്ന സിജോ സ്റ്റേജിൽ വന്ന് ലാലേട്ടന്റെ കൂടെ എൻ്റെ വായിൽ പ്ലേറ്റ് ഇട്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അൻസിബ കണ്ണുകൾ ഇങ്ങനെ ഒഴുക്കുന്നത് കണ്ടല്ലോ. അൻസിബ, ശരണ്യ ഇവരൊക്കെ കരയുന്നുണ്ടായിരുന്നു. അൻസിബ കണ്ണൊഴുക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അൻസിബയുടെ അഭിപ്രായം മാറിയോ? അയാളുടെ വായിൽ 10 പ്ലേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അയാളുടെ വായിൽ സ്ക്രൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഈ പറയുന്ന അൻസിബ ഒരാൾ വന്ന് ഇടിച്ച് അയാളുടെ താടിയെല്ല് പൊട്ടി സർജറി ചെയ്ത് ഓപ്പറേഷൻ ചെയ്തതിനൊന്നും ഒരു വാല്യൂം കൽപ്പിക്കാതെ അൻസിബയുടെ ഇന്നത്തെ സംസാരം വളരെ വൃത്തികെട്ടതും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ആ സാധനം കണ്ടപ്പോഴത്തേക്കും. ഇത്രയ്ക്കും കാരണമില്ലാത്തൊരവസ്ഥ അൻസിബയുടെ മുഖത്താണ് സംഭവിച്ചിരുന്നെങ്കിലോ? അൻസിബ ഇങ്ങനെ പറയുമോ? വളരെ മോശം അൻസിബ, വളരെ മോശം. നോറ ഈ പറയും പോലെ ഇപ്പൊ കുറെ പേര് പറയായിരിക്കും ജാസ്മിന്റെ PR എന്ന് പറഞ്ഞോട്ടെ. നോറ ഇത്രയും ദിവസം ഈ പറയുന്ന ഗ്രഡ്ജൊക്കെ കുറെ നാൾ മാറ്റി വെച്ച് നല്ല രീതിക്ക് പോകുമായിരുന്നു, കളിച്ച്. സിജോ ഒന്ന് ഗെയിം പൊളിച്ചതിന് ശേഷം കരച്ചിലൊന്നുമില്ല, നല്ല ലെവലിൽ പോവായിരുന്നു. ഇന്ന് ഈ നോറ ഈ പറഞ്ഞ പോലെ റസ്മിനെ പ്രാകുന്നതിന്റെ കാര്യം എന്താണ്? ജാസ്മിന്റെ അടുത്ത് റസ്മിൻ മിണ്ടാൻ പോകുന്നുണ്ട്. അപ്പൊ വീണ്ടും ഗ്രഡ്ജ് ഇളകി വന്നിരിക്കും. അപ്പൊ നോറയുടെ ഉള്ളിലെ വിഷം വെളിയിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന അൻസിബയായാലും നോറയായാലും രണ്ടും ബുള്ളി ഗ്യാങ് ആണ്. ഞാൻ കമ്മ്യൂണിറ്റിയിൽ കുറച്ച് നേരം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിനകത്ത് ആരാണ് ബുള്ളി ഗ്യാങ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? തമിഴ് ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇത്രയ്ക്കൊന്നും കുഴപ്പമുള്ള സംഭവമല്ല. അത് ബുള്ളി ഗ്യാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു കമ്മിറ്റി ആയിട്ടങ്ങ് ഇരുന്നിട്ട് മൊത്ത ഏഷണി പരദൂഷണം. അവർക്ക് എന്ത് വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അതെല്ലാം ഗെയിമാണ്. റോക്കി വന്ന് ഇടിച്ച് താടി ഇടിച്ച് പൊട്ടിച്ചതൊക്കെ അവർക്ക് ഗെയിമാണ്, എല്ലാം ഗെയിമാണ്. ഗെയിമിന്റെ ഭാഗമായിട്ടായിരിക്കും 10 പ്ലേറ്റ് വായിലിട്ടത്. കണ്ടപ്പോൾ എനിക്ക് ഒരുമാതിരി എനിക്ക് തരിച്ചു കയറി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോഴത്തേക്കും. ഞാൻ ഇത്രയും ദേഷ്യപ്പെട്ട് നിങ്ങൾ കാരണം ഇത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എനിക്ക് ആ സാധനം കണ്ടപ്പോഴത്തേക്കും അത്ര നിലവാരം ഇല്ലാത്ത, വിവരമില്ലാത്ത, തലയ്ക്കകത്ത് ആൾതാമസം ഇല്ലാത്ത ആളായി പോയല്ലോ എന്ന് തോന്നിപ്പോയി. അപ്പോൾ ഈ ബുള്ളി ഗ്യാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ഗോസിപ്പ് പറയുക, അവർക്കെതിരെ ഇല്ലാത്തത് പറയുക, ഏഷണി പറയുക, പരദൂഷണം പറയുക, ഇതെല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഗ്യാങ് ആണ് ബുള്ളി ഗ്യാങ്. ഈ ബുള്ളി ഗ്യാങ് ആണ് ഇപ്പൊ പവർ റൂമിനകത്തുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് പെട്ടു. കാരണം അഭിഷേകിനും ഈ പറയുന്ന പേര് വന്ന് വീണു. കാരണം ഈ അൻസിബ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നോറ പറയുന്ന കാര്യങ്ങൾ അവരൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് വന്ന് വീണ അൻസിബ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റസ്മിനെ ഞാൻ പറയത്തില്ല. കാരണം റസ്മിൻ കുറേയൊക്കെ നെഗറ്റിവിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ബുള്ളിയിലേക്ക് റസ്മിൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ നോറയും അൻസിബയും വിചാരിക്കുന്ന ആളുകളെ ഇത്രയും ദിവസം അവരെ ഒരു ഗെയിമറായിട്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കറിയാം, ഞാൻ സേഫ് ഗെയിമേഴ്സിനെ പോലും അവരവിടെ സേഫ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ എന്നുള്ള, അല്ലാതെ ഞാൻ അവരെ ഉപദ്രവിക്കാതെ അവരെ കുത്തി നോക്കി. ഇപ്പൊ ഈ ജാസ്മിൻ ഗബ്രി നെഗറ്റീവ് വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ ഈ നെഗറ്റീവ് കാണിക്കുന്നവരെ ഞാൻ അവരവിടെ ഇരുന്നോട്ടെ, നമ്മൾ അവരെ വിട്ടു. ജാസ്മിൻ ഗബ്രി നെഗറ്റീവ് ഗെയിം, അവരെ നമ്മൾ വിട്ടു, അവരവരുടെ കാര്യം നോക്കട്ടെ. നമ്മുടെ റിവ്യൂലേ അവരുടെ കാര്യം പറയാം, അവർ വിട്ടു. അവർ കളിക്കുന്ന ഇഷ്ടമല്ല, നമുക്ക് വേണ്ട, അവരില്ലാത്ത കണ്ടന്റ് മതി നമുക്ക്. ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അത്രയ്ക്ക് മോശമായിപ്പോയത്.
അതുകൊണ്ട് അഭിഷേകും ആ ഗ്രൂപ്പിൽ കിടക്കുമ്പോൾ പെട്ട് കിടക്കുകയാണ്. ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങളും പോയി ഫോളോ ചെയ്യുക. ബുള്ളി ഗ്യാങ് ആരാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എല്ലാവരും പറയുന്നത് 17,000 പേരോളം അതിനകത്ത് ഫോളോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും മിക്കുള്ളവരും പറയുന്നത് പവർ റൂം. സംശയം എന്താ? പവർ റൂം അങ്ങനെയാണ് പറയുന്നത്. നോറയുടെയും അൻസിബയുടെയും വിഷങ്ങൾ വെളിയിൽ വന്ന ഒരു എപ്പിസോഡ് ആയിരുന്നു ഇന്ന്. മാത്രമല്ല ഋഷിയും ഈ പറയുന്ന അപ്സരയും കൂടി ഒരു വഴക്ക് കൂടി. അതൊരു പ്രാങ്കിന്റെ ഭാഗമായിട്ട് വഴക്ക് കൂടിയിട്ട് നിനക്ക് അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ടാണല്ലോ നീ ഇവിടെ ഒന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഋഷിയും അപ്സരയും കൂടെ നല്ല വഴക്ക് കൂടി. നന്ദൻ അതിൻ്റെ ഇടയിൽ വന്നപ്പെട്ട് കുറെ മാസ് അടിക്കുന്നുണ്ട്. എന്തായാലും ആ സംഭവം പുറത്ത് പോകുമ്പോൾ ഋഷി പറയുന്നുണ്ട്, നീ ഒരാഴ്ച കൂടിയേ ഈ വീട്ടിൽ നിൽക്കത്തുള്ളൂ. നോറയും നീ ഇതിനെ അനുഭവിക്കും, റസ്മിനെ നീ ഇതിനെ അനുഭവിക്കും എന്ന് പറയുകയാണ്. സാബു വന്നിട്ടുണ്ട്. സാബു ചെറിയ തിരിയെല്ലാം കൊളുത്തുന്നുണ്ട്. പക്ഷേ സാബു എൻ്റർടൈൻമെൻറ്റിന് വന്ന ആളാണ്. വൈകിപ്പിക്കേണ്ട, നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6 മെയ് 7 ഡേ 58 എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് എന്തായാലും നിങ്ങൾ ചെയ്യണം. ഇന്ന് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. മസ്റ്റായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ. രാവിലെ ഉദിച്ച ചന്ദ്രന്റെ പാട്ട് ഇറങ്ങി ഞാൻ മുന്നല്ലേ മിന്നല്ലേ ആ പാട്ടോട് കൂടി വീട് ഉണരുന്നു. രാവിലെ തന്നെ ബിഗ് ബോസ് ഹോട്ടൽ, ഉച്ചയ്ക്ക് ബിഗ് ബോസ് ഹോട്ടൽ ചലഞ്ച് ഡേ 1. അതിഥികൾ വരും. പല സ്വഭാവമുള്ള ആൾക്കാരായിരിക്കണം. പ്രീതിപ്പെടുത്തണം. ക്യാപ്റ്റനാണ് HR മാനേജർ. ബാക്കിയുള്ളവരുടെ ജോലികളിലുള്ള കാര്യമൊക്കെ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാറിന്റെ ശബ്ദം കേൾക്കുന്നു. സാബു ബിഗ് ബോസ് വീടിനകത്തേക്ക് വരുന്നു. കുറച്ചൊക്കെ വീട്ടുകാരെ ട്രോളുന്നുണ്ട്, പക്ഷെ അധികാരം ഒന്നും പറയുന്നില്ല. ബിഗ് ബോസ് സാബുവിനെ വെൽക്കം ചെയ്യുന്നു. സാബു വീട് മൊത്തം ചുറ്റി കാണുന്നു. സായിയുടെയും അപ്സരയുടെയും നന്ദനയുടെയും ശരണ്യയുടെയും റൂം കാണുമ്പോൾ, സാർ വരൂ സാർ, നമ്മുടെ റൂം എടുക്കാം സാർ, നമ്മുടെ റൂം എടുക്കാം എന്ന് പറയുന്നു. സാബു അവരുടെ ടണൽ റൂം സെലക്ട് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും വെട്ടിയും പാണ്ടവും ഇറക്കി ഇറങ്ങിക്കോ, ആ കുഴപ്പമില്ല സാർ, നമ്മൾ വെളിയിൽ കിടന്നോളാം എന്ന് പറയുന്നു. റൂം തന്നതുകൊണ്ട് ഇവർക്ക് അപ്സരയ്ക്കും നന്ദനയ്ക്കും സായിക്കും ശരണ്യയ്ക്കും പോയിന്റ്, ആദ്യം തന്നെ പോയിന്റുകൾ കൊടുക്കുവാണ്. ഓക്കെ. എന്നിട്ട് പിന്നീട് സാബു സ്മോക്ക് റൂമിൽ പോയി നിൽക്കുന്നുണ്ട്. അപ്പം സായി ഇവിടെ സിഗരറ്റ് എല്ലാം ജിൻഡോയുടെ കയ്യിലാണുള്ളതെന്ന് പറയുന്നു. ജിൻഡോ വരുന്നു. ജിൻഡോയുടെ കയ്യിലുണ്ടായിരുന്ന 5 സിഗരറ്റ് കൊടുക്കുന്നു. അപ്പം സാബു ജിൻഡോ ആഹാരം കഴിച്ചോ, പിന്നീട് ആഹാരം കഴിക്കുന്നു. ജിൻഡോ ചോദിച്ചോ, ബിഗ് ബോസിനോട് ചോദിക്കും, സിഗരറ്റ് ഞാൻ ചോദിച്ചപ്പോൾ ബിഗ് ബോസ് ക്യാമറ ഇങ്ങനെ തല ആട്ടുകയാണെങ്കിൽ തരാമെന്നും ഇങ്ങനെ ആക്കുവാണെങ്കിൽ തരണ്ട എന്നും ആണ്. അപ്പോൾ ജിൻഡോ പോയി ചോദിക്കുന്നു, ബിഗ് ബോസ് സിഗരറ്റ് വേണമെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ക്യാമറ കാണിക്കുന്നത്. നേരെ വന്ന് ജിൻഡോ ആ കാര്യം സാബുവിൻ്റെ അടുത്ത് പറയുന്നു. അപ്പം സാബു പറയുകയാണ് അത് വേണ്ട എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. എന്നിട്ട് ഇങ്ങനെ ഇപ്പോൾ ജിൻഡോ പോയി തനിക്ക് വേണ്ടിയിട്ട് സിഗരറ്റ് എല്ലാം ചോദിച്ചുകൊണ്ട് അപ്പോൾ പോയിന്റ് ഒരു കോയിൻ ജിൻഡോയ്ക്ക് കൊടുക്കുകയാണ്. അപ്പം അൻസിബ ഇവർക്ക് എന്തിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ. ഇവർ പവർ റൂം അല്ലല്ലോ, ഇവരൊരു ഹോട്ടലിൻ്റെ അധികാരികളാണ്. ആര്? പവർ റൂം അധികാരികളാണ്. അപ്പൊ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് എന്തെങ്കിലും ടിപ്പ് കിട്ടുമ്പം പവർ റൂമിലെ അല്ലെങ്കിൽ പവർ റൂമിലല്ല ഒരു ഹോട്ടലിലെ അധികാരികൾ സന്തോഷിക്കപ്പെടലേ വേണ്ടത്. അവരുടെ സർവീസ് അത്ര അടിപൊളി ആയതുകൊണ്ട് ഇവിടെ വന്ന ഗസ്റ്റ് അവർക്ക് എന്ത് കൊടുത്തു? ടിപ്പ് കൊടുത്തു. ഇത് അൻസിബ അപ്പം തന്നെ ഇളവിയിട്ട്, കാരണം ബുള്ളി ഗ്യാങ് ആണല്ലോ അൻസിബ. അതിവിനയമാണ് സാർ. ഇത്രയും വിനയമൊന്നും ഇവിടെ കാണിക്കാറില്ല. ജിൻഡോ അവിടെ തൊട്ട് തഴുകുന്നുണ്ട് സാബുവിനെ കൊടുക്കുമ്പോഴത്തേക്കും. അപ്പൊ അതിവിനയമാണ്, ഇത്രയും വിനയമൊന്നും കാണിക്കാറില്ല. അപ്പൊ നോറ, എൻ്റെ പൊന്ന് സാറേ, എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഇവരെ വിശ്വസിക്കരുത്. അപ്പൊ സാബു ഒരെണ്ണം തിരിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്വന്തം ഹോട്ടൽ നടത്തുന്നത്, ഈ ഹോട്ടലിൽ പൊട്ടിക്കാനാണ് നിങ്ങൾ നടക്കുന്നത്. സ്വന്തം ഹോട്ടലിലെ സ്റ്റാഫുകളെ പോലെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അപ്പൊ നോറ പെട്ടെന്ന് പ്ലേറ്റ് മറയ്ക്കുന്നേ. നോറ പറയുന്നത് അത് നമ്മൾ പവർ റൂം ആണല്ലോ. അപ്പൊ ചലഞ്ച് ടാസ്കിൽ ഇവർക്ക് 3 ടീമിൽ ഏത് ടീമിനാണോ കോയിൻ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അവരല്ലേ നമ്മുടെ കൂടെ മത്സരിക്കേണ്ടത്. അപ്പൊ ഇവര് മത്സരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കി ഞാൻ അലക്കി വെളുപ്പിച്ചെന്ന് മനസ്സിലായില്ലല്ലോ. അപ്പൊ സാബു മനസ്സിലായി. അതിനുശേഷമാണ് സാബു ഈ പറയുന്ന നോറയുടെ ഇരട്ടത്താപ്പ് പൊട്ടിക്കാൻ വേണ്ടി ഒരു പ്രാങ്ക് അപ്സരയ്ക്കും ടീമിനും കൊടുക്കുന്നത്. അതായത് നോറയുടെ ഈ പറയുന്ന കുറേ സാധനങ്ങൾ വെളിയിൽ കൊണ്ടുവരാൻ നോറയെ പ്രൊവോക്ക് ചെയ്യാൻ പറയുകയാണ്. ഇവർ ആട്ടവും പാട്ടവും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർ വന്ന് എപ്പോഴും നിങ്ങൾ ഇതുപോലെ ശല്യപ്പെടുത്തരുത് എന്ന് വന്ന് പറഞ്ഞിട്ട് പോകും. ആര്? ഈ പവർ റൂം വന്നിട്ട് സാബുവിനെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട് പോകും. അപ്പം നിങ്ങൾ വീണ്ടും ഡാൻസും പാട്ടും കളിച്ച് ഇങ്ങനെ ചെയ്യൂ. അപ്പം ഞാൻ ശല്യമാണെന്ന് പറയുമ്പോൾ നോറ നിങ്ങളോട് തർക്കിക്കാൻ വരും. അപ്പം നിങ്ങൾ നോറയെ പ്രൊവോക്ക് ചെയ്യണം. അതാണ് നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നു. അങ്ങനെ ഇവരിതുപോലെ പാട്ടും ആട്ടവും തുടങ്ങുന്നു. അങ്ങോട്ട് നമ്മുടെ നോറ വരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അഭിഷേക് വരുന്നു, റസ്മിൻ വരുന്നു, അൻസിയ വരുന്നു, എല്ലാം കൂടെ വരുന്നു. ഭയങ്കരമായ വഴക്കാവുന്നു. കയ്യിൽ നിൽക്കാത്ത വഴക്കാവുന്നു. നോറ മാത്രമല്ല, എല്ലാവരും പ്രൊവോക്ഡായി അങ്ങോട്ടും ഇങ്ങോട്ടും മുഴുത്ത അടിയും വഴക്കുമാവുന്നു. അപ്സരയും ഋഷിയും കൂടെ ഇടയ്ക്ക് അടിയാവുന്നു. നീ ഇവിടെ അഭിനയിക്കുകയല്ലേ അടി ചെയ്യുന്നത് എന്നിങ്ങനെ ഋഷി അങ്ങോട്ട് ചോദിക്കുന്നു. അപ്പോൾ അപ്സര തിരിച്ചു പറയുന്നു, നിനക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടല്ലോ എന്നിങ്ങനെ പറയുകയാണ്.
പക്ഷേ അപ്സര യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് നിനക്ക് അഭിനയിക്കാൻ ഒട്ടും അറിഞ്ഞൂടാ, അയ്യോ നമ്മളൊന്നും കാണുന്നില്ല, ഈ വീട്ടിൽ അഭിനയമൊന്നും നമ്മൾ കാണുന്നില്ല, അതാണ് ഉദ്ദേശിച്ച ഋഷി. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എന്നെ അഭിനയിക്കാൻ അറിഞ്ഞുവിടെന്ന അവൾ ആരെനിക്ക് മാർക്കിടാൻ? എൻ്റെ പേഴ്സണൽ ഗ്രഡ്ജ് ഉണർന്നു. ഇനി എന്ത് പറഞ്ഞിട്ടായാലും ഞാൻ അപ്സരയെ നശിപ്പിച്ചിരിക്കും. പിന്നെ അപ്സരയുടെ മണ്ടയിലോട്ട് അങ്ങ് കയറുകയാണ് നന്ദന. എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ലടാ, ഇന്നത്തെ നന്ദനയുടെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. കാരണം ഇന്ന് നോറെ വലിച്ചു കീറാനായാലും ഋഷിയെ വലിച്ചു കീറാനായാലും പിന്നെ നന്ദന ഇതിനിടയ്ക്ക് വന്ന് കയറി ഞാൻ ശരിയാക്കാം എന്നിങ്ങനെ ഋഷി പറയുമ്പോൾ അപ്സര എടുത്ത് പറയാൻ പോലെ ഇത് വേറെയാണ് ആള്, എന്നെ പറയുന്നത് വേണ്ടല്ലോ, കേട്ടല്ല ഇവിടെ അവർ പറയുന്നത് കേട്ടോണ്ട് മിണ്ടാതെ നിന്നോണം എന്നുള്ള ലെവലിൽ നന്ദന പൊളിച്ചടുക്കി വിടുന്നു. അങ്ങനെ ആകെ മൊത്തം വഴക്കായി. ബസറടിക്കുമ്പോൾ സാബ് പറയുന്നുണ്ട് ഇത് പ്രാങ്കാണ്, ഇത് പ്രാങ്കോ കുറവോ ആയിരിക്കും പറയുന്നത്, അതിനൊരു ഒത്തരണം വന്ന പോലെ ഓടിക്കണം, എനിക്കൊന്നിനെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഋഷി എല്ലാത്തിനെയും അടിച്ചോട്ടിക്കുന്നുണ്ട്. പിന്നീടാണ് രാത്രി പറയുന്ന നോറയുടെ വിഷയങ്ങൾ വെളിയിൽ വരുന്നത് രാത്രിയാണ്. റസ്മിനും ജാസ്മിനും കൂടി ഗാർഡൻ ഏരിയ എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് നോറ വരുന്നു. ജാസ്മിൻ പോയി ഫുഡ് ഉണ്ടാക്ക്, ഗസ്റ്റ് ഉള്ളതാണ്. അപ്പം ജാസ്മിൻ പോവാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നു എന്തോ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, ഓർമ്മയില്ല, പറഞ്ഞില്ലെന്ന് തന്നെ ഇരുന്നോട്ടെ. ജാസ്മിൻ റസ്മിനോട് സംസാരിച്ചു. റസ്മിനെ പറ. അപ്പോഴത്തേക്ക് നോറ റസ്മിനെ നീ പവർ റൂമാണ്, നീ പറ, അവളോട് തരുന്നേരി പോയി ജോലി ചെയ്യാൻ പറ. അപ്പോൾ ജാസ്മിൻ ഇത്രയും പറഞ്ഞിട്ട് നോറ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ജാസ്മിൻ റസ്മിനെ, അപ്പം നോറ ഒരുമാനത്തെ ഒരു ഭരണ ഭാഷയിലാണ് പറയുന്നത്. അപ്പോൾ ജാസ്മിൻ എനിക്കറിയാം, ഞാൻ ഇവിടെ കക്കൂസ് കഴിവാനും ഇതിനു വേണ്ടി മാത്രം വന്ന ആളൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ നിന്റെ ഒരു കാര്യം അത്യാവശ്യമായിട്ട് പറയുന്നത്, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അപ്പം റസ്മിനും ജാസ്മിനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം നോറ ഈ റസ്മിൻ എൻ്റെ ചങ്കല്ലേ, ഇവളുടെ അടുത്ത് എന്തിനു സംസാരിക്കണം? നോറ തിരിച്ചു വരുന്നേ. റസ്മിൻ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞോ ഇവിടുത്തെ പോയി ജോലി ചെയ്യാൻ പറ അങ്ങോട്ട്, നീ എന്തെന്നാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പം എന്നിട്ട് നീ ഇങ്ങോട്ട് വാ. റസ്മിനെയും അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് തന്ത്രപൂർവ്വം കൊണ്ട് റസ്മിൻ പറയാണ്, എടാ ഒരു മിനിറ്റ് ഒരു കാര്യം സംസാരിച്ചോട്ടെ. ഒരു മിനിറ്റും ഇല്ല റസ്മിൻ, ഒരു മിനിറ്റും ഇല്ല, നീ വാ, നീ എഴുന്നേറ്റ് വാ. ഇവിടെ ഓരോരോ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന പവർ റൂം നമുക്ക് അധികാരം, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കേട്ടേ പറ്റുള്ളൂ. അപ്പം ജാസ്മിൻ ഇവളെ കൊണ്ട് ഇരിക്കാൻ വയ്യല്ലോ എന്ന് പറഞ്ഞു അവിടെ നിന്ന് നേരെ എഴുന്നേറ്റിട്ട് പൊടി അവളത് ചൊറി എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പം ജാസ്മിൻ പോകുന്നതിന് മുന്നേ ജാസ്മിൻ അവിടെ സോഫയിൽ ആദ്യം ഇരിക്കുന്നു. റസ്മിനെ വിളിച്ചുകൊണ്ട് നോറ വരുന്നവർക്ക് നോറ പറയുകയാണ്, റസ്മിനെ ഇനി നീ തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ, ഇനി നീ ജാസ്മിൻ അടുത്തോട്ട് പോയിട്ട് കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിയാണേ സത്യം, ഞാൻ നിന്നോട് എൻ്റെ ജന്മത്ത് മിണ്ടത്തില്ല. ഇവൾ ആര്? സത്യം പറയട്ടെ, ഗ്രഡ്ജ് എന്ന് ഞാൻ ജാസ്മിനെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യൂല. ജാസ്മിൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, ഇത്രയും ദിവസം ചെയ്ത തെറ്റിന്റെ ഫലമാണ് ഇപ്പൊ ജാസ്മിൻ ഒറ്റയ്ക്ക് കിടന്നതിനകത്ത് അനുഭവിക്കുന്നത്, എല്ലാം ഓക്കെ. പക്ഷെ ഈ പറയുന്ന റസ്മിനോട് ജാസ്മിൻ എന്നല്ല ആരോടും മിണ്ടരുത് എന്ന് പറയാനുള്ള അവകാശം ആസ് എ കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയ്ക്ക് നോറയ്ക്ക് എന്ത് അവകാശം ഉള്ളത്? ഇന്നലെ ജിൻഡോ ചോദിച്ചിരുന്നു, ഗബ്രിയുടെ അടുത്ത് നീ പറഞ്ഞു എൻ്റെ അടുത്ത് മിണ്ടരുതെന്ന്, നിനക്കെന്ത് അവകാശം എന്ന് ജാസ്മിനെ ചോദിച്ചിരുന്നു. ശരിയാണ്, അതുപോലെ തന്നെയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. ഈ നോറയ്ക്ക് എന്ത് കാര്യം? അതെൻ്റെ അനിയത്തിയാണേ ഞാൻ നിന്റെ മിണ്ടത്തില്ല, നീ അവളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടത്തില്ല. പക്ഷേ റസ്മിന് ബുദ്ധിയുണ്ട്. റസ്മിൻ പറയുന്നുണ്ട്, നീ ആ പറഞ്ഞ കാര്യം പറയേണ്ടാത്ത കാര്യമാണ്, ആവശ്യമില്ലാതെയാണ് നീ ആ കാര്യം പറഞ്ഞത്. പറയേണ്ട കാര്യം നീ പറഞ്ഞാൽ മതി, പറയേണ്ട കാര്യം അല്ല അത്. ഓക്കെ, അപ്പം നോറ വാ, ഇവിടെ കിടന്ന് അടി വിടണ്ട, നേരെ പവർ റൂമിനകത്തോട്ട് കൊണ്ടുപോകുന്നു. എല്ലാ തോന്നിവാസത്തിനും നീ അവളുടെ കൂട്ട് നിന്നു. അവൾ എന്നെ നിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് എന്നെ അവൾ റെസ്പെക്റ്റ് ഇല്ലാതെ പേര് പറയുന്നത്, എന്നിട്ട് നീ ഒന്നും മിണ്ടിയില്ല. ഇതൊക്കെ എപ്പോഴാന്തോ, കാരണം റെസ്പെക്റ്റ് ഇല്ലാതെന്നല്ല, ജാസ്മിൻ ഒന്നും മിണ്ടില്ല. നോറ എന്ന് പറഞ്ഞപ്പോൾ മൈൻഡ് ചെയ്യാതെ സംസാരിച്ചു. എൻ്റെ മുമ്പിൽ നീ എന്നെ എടി പോടി എന്നെല്ലാം വിളിച്ചു, നീ ഒന്നും മിണ്ടിയില്ല. ഞാൻ പറയട്ടെ, ഈ പറയുന്ന നോറയെ ജാസ്മിൻ എടി പോടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ റസ്മിൻ എന്തിന് ഇടപെടണം? നോറയ്ക്ക് എന്തേരം വായിൽ നാക്കില്ലായിരുന്നോ? നോറയ്ക്ക് പറഞ്ഞുകൂടായിരുന്നോ? നോറ പറയാതെ അയ്യോ പാവമേ എന്ന് പറഞ്ഞിട്ട് റസ്മിൻ പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താണ് അവിടെ കാര്യം? ഡബിൾ സ്റ്റാൻഡ്, ഇരട്ടത്താപ്പ്, ഇതെല്ലാം വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നീ എന്നെങ്കിലും എന്നിട്ട് പറയണ, നിങ്ങൾ എന്നെ ഡേ 1 മുതൽ ടോർച്ചർ ചെയ്യുന്ന ആളാണ് അവള്, ഡേ 1 മുതൽ, അതുകൊണ്ട് നീ അടുക്കരുത് എന്നുള്ളൊരു ലെവലേ. അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നോറ അൻസിബയൊക്കെ വേറെ ലെവലാണ്, നമ്മൾ വിചാരിക്കും പോലെയല്ല. എന്നിട്ട് നോറ നീ സപ്പോർട്ട് ചെയ്തതിന്, നീ അവളെ സപ്പോർട്ട് ചെയ്തതിന് നീ എന്നെങ്കിലും നീ അനുഭവിക്കുപടി, നീ അനുഭവിക്കും. റസ്മിനെ പ്രാഗുന്ന് അപ്പൊ ജാൻമണി പ്രാഗിക്കഴിഞ്ഞാൽ കുഴപ്പമുണ്ട്, നമുക്ക് പ്രാഗാം. നീ അവളെ സപ്പോർട്ട് ചെയ്യുന്നതിന് നീ അനുഭവിക്കും. പക്ഷെ റസ്മിൻ ആയതുകൊണ്ട് സത്യം പറഞ്ഞ ഞാൻ മിണ്ടാതെ തിരിച്ചൊന്നും പറഞ്ഞില്ല. കുറച്ച് കഴിയുന്നു, നോറ കരയുന്നു. അൻസിബ വന്ന് കാര്യം ചോദിക്കുന്നു. നോറ ഞാൻ അവളുടെ അടുത്ത് പോയി പണി ചെയ്യാൻ പറഞ്ഞു, അപ്പോൾ അവൾ എന്നെ എടി പോടി എന്നൊക്കെ വിളിച്ചിട്ട് റസ്മിൻ ഒന്നും മിണ്ടിയില്ല. എന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ട് റസ്മിൻ ഒന്നും മിണ്ടിയില്ല. നമ്മൾ പവർ അല്ലേ, പവർ റൂം പറയുന്ന കേൾക്കണ്ടേ, എന്നിട്ട് എന്നെ പുച്ഛിച്ച് തള്ളിയിട്ട് ഈ റസ്മിൻ ഒന്നും അവളോട് പറഞ്ഞില്ല. എന്ത്, നിന്റെ വായിൽ നാക്കില്ലായിരുന്ന?
ചോദിക്കാൻ. നിന്നെ പുച്ഛിച്ച് തള്ളിയെങ്കിൽ നിന്റെ വായിലെ നാക്കില്ലായിരുന്നോ? റസ്മിൻ നേരെ ഗാർഡൻ ഏരിയയിൽ പോയി കിടക്കുവാണ്. ജാസ്മിൻ അങ്ങോട്ട് വരുന്നു. റസ്മിനെ എനിക്ക് നിന്നെ സംസാരിക്കണം. അപ്പോൾ റസ്മിൻ എനിക്കിപ്പോൾ ഒന്നും സംസാരിക്കണ്ട, എനിക്കിത് പറ്റത്തില്ല ഇങ്ങനെ പറയുന്നു. അത് എന്തിനാണ് നോറായിട്ട് ഉടക്കായിട്ടാണ്. അപ്പോൾ ജാസ്മിൻ്റെ പേര് പറഞ്ഞാൽ ഉടക്കായത്. അപ്പോൾ അതുകൊണ്ട് അപ്പം നീ എൻ്റെ കൂടെ ലൈഫിൽ അവസാനം വരെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കൂടെ കാണുമെന്ന് പറഞ്ഞാൽ അത് ഇവിടെ വെച്ചല്ല, പുറത്തിറങ്ങിയിട്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് നോറയുടെ ഇൻഫ്ലുവൻസ് ആണ് സാധനം. ഇതേ സമയം വീടിനകത്ത് സാബു അപ്സര എടുത്ത് ചോദിക്കുകയാണ്, ഋഷിയായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു തീർത്തോ? അപ്പോൾ അപ്സര പറഞ്ഞു, ഞാനല്ല അങ്ങോട്ട് ആദ്യം പറയാൻ പോയത്, എനിക്ക് കലയെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ, എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല കേട്ടോ, പിന്നെ എനിക്ക് വയ്യ, തിരുത്താൻ പോകും, എനിക്ക് വയ്യ, ഇനി പറഞ്ഞു മടുത്ത്. സാബു ജിൻഡോ അടുത്ത് ചോദിക്കാണ്, കൂടെ നിന്ന് വഞ്ചിക്കുന്ന ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും ജിൻഡോ? അപ്പോൾ ജിൻഡോ ഞാൻ പറയണില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉള്ളവർ മൊത്തം ശത്രു ആവും. അപ്പോൾ ജാസ്മിൻ, സാബു ചേട്ടാ അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഓരോരുത്തർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ജാസ്മിൻ കേൾപ്പോൾ ജാസ്മിനെയാണ് പറയാൻ വന്നത്, ആര് ജിൻഡോ പറയാണ്. അപ്പോൾ ജാസ്മിന് തിരിച്ച് പറയുന്നവർക്ക് രണ്ടുപേർക്കും ചാണാൻ ചവിട്ടിയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. പിന്നീട് കാണിക്കുന്നതാണ് ബിഗ് ബോസ് പ്ലസ്സിൽ രാവിലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് ഹോട്ടലിൻ്റെ സെലക്ഷന് വേണ്ടിയിട്ട് ഓരോ കണ്ടസ്റ്റൻസിനും ഓരോരോ തസ്തികകളിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാം. അത് ടീം വൈസ് ആയിട്ടാണ്. ആദ്യം വരുന്നു നമ്മുടെ നമ്മുടെ ടണൽ ടീം, ഋഷി എന്ന്, നോറ എന്ന്, നന്ദന, സായി, പിന്നെ ശരണ്യ, അപ്സര, ഇവർ 4 പേര് അവരുടെ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പം അപ്സര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരണ്യ അവിടെ പറയാൻ സമ്മതിക്കുന്നില്ല. ശരണ്യ എനിക്ക് സ്പാ അറിയാം എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് അപ്സര ഫുൾ അവിടെ നിന്ന് നിയന്ത്രിച്ചാൽ ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ മൊത്തം പറയുവാണ്. ഇത് കഴിഞ്ഞ് അവർ വന്ന് അവിടെ ഇരിക്കുന്നു. അപ്പോൾ അടുത്ത ടീം പോകുന്നു. അടുത്ത ടീം അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ജിൻഡോയുടെയും ടീമാണ്. അവരെ ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് അപ്സര ഇങ്ങനെ ശരണ്യെ തട്ടി പറയുന്നു, ശരണ്യ എടി നിനക്ക് മൾട്ടി ലാംഗ്വേജസ് അറിയാമായിരുന്നല്ലേ, നിനക്ക് എത്ര ലാംഗ്വേജ് അറിയാം? 19. ആ കാര്യം നിനക്ക് പറഞ്ഞുകൂടായിരുന്നു, ഹോട്ടലിലൊക്കെ നിൽക്കുമ്പോൾ ഒത്തിരി ലാംഗ്വേജ് ഒക്കെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് കിട്ടിയാനല്ലേ. അപ്പോൾ ശരണ്യ എന്നെ വല്ലതും പറയാൻ സമ്മതിച്ചിട്ട് വേണ്ടേ, അതെന്ത് നീ അങ്ങനെ പറഞ്ഞത്? അപ്സര വയ്ക്കുന്നത്. അപ്പം അത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നീ എൻ്റെ കയ്യിൽ കയറി എത്ര തവണ പിടിച്ചു, എനിക്ക് സ്പാടെ കാര്യമൊന്നും നേരെ പറയാൻ പറ്റിയിട്ട് പോലും ഇല്ല. അപ്പോഴത്തേക്കും എൻ്റെ പൊന്നടി നമുക്ക് എല്ലാവർക്കും ടീമല്ലേ അത്, അപ്പോൾ എന്നാലും നീ അത് ഒരു ടീമാകുമ്പോൾ എല്ലാവരും പറയൂ. അപ്പോൾ അപ്സര ഇങ്ങനെയാണെങ്കിൽ കൊള്ളാം, നീ ഇങ്ങനെ ഈഗോ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഈ ഒരു സംഭവം പറഞ്ഞിട്ട് ഇതവിടെ നിൽക്കട്ടെ. അടുത്ത് സിജോയും ശ്രീരേഖയും ജാസ്മിനും പോകുന്നു. ഇവരെ ഇൻ്റർവ്യൂ ചെയ്യണം, നിങ്ങൾക്ക് ഏതെല്ലാം പണി അറിയാം, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും പറയണം. അപ്പം അൻസിബ നമ്മുടെ സിജോയുടെ അടുത്ത് ചോദിക്കുകയാണ്, സിജോ നിങ്ങൾ ഈ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ എവിടെയെങ്കിലും മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു സിമ്പതിയായിട്ട് ഒരു സഹതാപമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പണിയൊന്നും ചെയ്യാതിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കണം, അയ്യോ ഇവർക്ക് മനസ്സിലായോ ഇല്ലേ ഈ പറയുന്ന കാര്യം? പക്ഷെ സിജോയ്ക്ക് മനസ്സിലായി. സിജോ തിരിച്ചവളെ മുഖത്തൊരു അടി പറ്റിക്കും കണക്ക് തിരിച്ച് മറുപടി പറയുന്നുണ്ട്, ഇല്ല ഞാനിവിടെ പലരെയും പോലെ കട്ടിലിൽ കയറി കട്ടിൽ റാണിയായിട്ടിരിക്കുന്നില്ല. പൊളിച്ച സാധനം അത്. കാരണം അങ്ങോട്ട് ചുണ്ടയ്ക്ക കൊടുത്ത് തിരിച്ച് പാവയ്ക്ക മേടിച്ച്, ചെറിയ വട കൊടുത്ത് വലിയ വട അൻസിബ ഏറ്റ് വാങ്ങി. അപ്പം അടുത്ത് ജാസ്മിനിട്ടും എന്തോ പറയുന്നുണ്ട്, അതെനിക്ക് കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ജാസ്മിനെയും എന്തോ ഈ പറയുന്ന പോലെ അൻസിബ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ജാസ്മിനും തിരിച്ചെന്തോ പറയുന്നുണ്ട്. ജാസ്മിനും തിരിച്ച് ഈ പറയുന്ന അൻസിബ പറയും പോലെ അൻസിബ തിരിച്ച് മറുപടി പറയുന്നുണ്ട്. അപ്പം അൻസിബ ഈ പറഞ്ഞ കണക്ക് എന്തിനു പിന്നെ അന്ന് കരഞ്ഞു മെഴുകിയത് എന്തിനാണ് സിജോയെ കണ്ടപ്പം? എന്തിനു കരഞ്ഞു മെഴുകിയത്? അപ്പം ഡബിൾ സ്റ്റാൻഡ് അല്ല, ബസ് സ്റ്റാൻഡ്, എല്ലാ ബസ്സും വരുമല്ലോ, ബസ് സ്റ്റാൻഡ്. പിന്നെ രാത്രി സാബുവും നോറയും കൂടെ പുറത്തിരിക്കുകയാണ്. രാത്രി അല്ലല്ലോ, ഇതിനു മുന്നേ ശരണ്യയും അപ്സരയും കൂടെ ഈ പേരും പറഞ്ഞ് എൻ്റെ പൊന്നെ വീട് തല കുത്തനെ മറയ്ക്കുന്നുണ്ട്. ശരണ്യ പറയുന്നു എനിക്ക് അപ്പു സ്പേസ് തന്നിട്ടില്ല. അപ്സര പറഞ്ഞു ഞാൻ ടീമിന് വേണ്ടിയാണ് സംസാരിച്ചത്, എങ്കിൽ നീ എന്നെ എന്തിന് ഈഗോ എന്ന് പറഞ്ഞു. ആ പ്രശ്നം ഭയങ്കര വഷളാവുന്നു. ശരണ്യ എല്ലാവരുടെ അടുത്തും പറയുന്നു, അപ്സര ഇത് കേൾക്കുന്നു. എൻ്റെ അടുത്ത് വല്ലതും പറയാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയണം, നാട്ടിലല്ല വീശിക്കൊണ്ട് നടക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ അടിയാവുന്നു. സോൾവ് ആവുന്നില്ല. പക്ഷേ അവസാനം ടാസ്കിന് വേണ്ടി ഒന്നിക്കാണെന്ന് ഞാൻ പറയണില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് രാവിലെ വീഡിയോയിൽ പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ കൂടെ നോറ വന്നിട്ട് ഞാൻ പവർ റൂമാണ്, ഞാൻ സോൾവ് ചെയ്യാൻ വരാമെന്ന് പറയുന്നു. ഇത് നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള പേഴ്സണൽ കാര്യമാണ്, നിങ്ങൾ ഇടപെടേണ്ട പവർ റൂം എന്ന് നന്ദന മറുപടി പറയുന്നു. അപ്പോൾ എനിക്ക് പരാതിയുണ്ട്, എന്നെ എടി പോടി എന്ന് അപ്സര വിളിച്ചു എന്ന് പറഞ്ഞൊരു ശരണ്യ പരാതി പറയുന്നു. അപ്പോൾ ഋഷി വരുന്നു, പരാതി ഉണ്ടെങ്കിൽ നന്ദനയ്ക്ക് ഇടപെടാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അപ്പം നന്ദന നിങ്ങൾ അൻസിബ പറയുന്ന പാട്ടും പാടിയാണല്ലോ നടക്കുന്നത്, സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനം ഇല്ലല്ലോ എന്ന് പറയുന്നു. അപ്പം ഋഷി നിന്നെ ഇങ്ങനെ വാകീറി അലച്ച് വള്ളികളിക്കാർ പിടിക്കുന്ന നിന്നെ എനിക്ക് പേടിയില്ല എന്ന് പറയുന്നു. അങ്ങനെ ഭയങ്കര ഒരു അടി നടക്കുവാണ്. ഞാൻ ഡീറ്റെയിൽ വീഡിയോ രാവിലത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാവരുടെയും ഭാഗത്ത് തെറ്റിദ്ധാരണയാണ്. സത്യം പറഞ്ഞ ശരണ്യ പറഞ്ഞത് അപ്സര പറഞ്ഞേക്ക് റീവെയിൽ ചെയ്ത് നോക്കാൻ പറയാം, രണ്ടുപേരുടെയും മനസ്സിലൊന്നും ഒന്നുമില്ല. പക്ഷെ ആ പറഞ്ഞ സ്പോട്ടിലുള്ള സംഭവം ഈ പറഞ്ഞാണ് അടിയാണ്. പക്ഷെ നന്ദന കിട്ടുന്ന സാധനം എല്ലാം സ്കോർ ചെയ്യുന്നുണ്ട്, നല്ല പ്ലെയറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, പണയാതെ നല്ല ആളി കത്തിച്ച്.
രാത്രി സാബുവും നോറയും കൂടെ പുറത്ത്, എല്ലാവരും പുറത്തുണ്ട്. നോറ, സാബു ചേട്ടാ, ചിലരുടെ പല കാര്യങ്ങളിവിടെ പിടിക്കുമ്പോഴത്തേക്കും അവർ പറയും ഇത് നമ്മുടെ ഗെയിമാണെന്ന് പറയും. അപ്പോൾ ജിൻഡോയാണ് നോക്കി പറഞ്ഞത്. അപ്പോൾ ജിൻഡോ പറയണത്, അല്ല 50 ദിവസം അവിടെ കരഞ്ഞ് നടന്നിട്ട് 51ാം ദിവസം പവർ റൂമിൽ കയറുമ്പോൾ കരയാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ, കരയേണ്ട ആവശ്യമില്ല. എന്താണ് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, പവർ റൂമിൽ കയറി ആഴ്ച സെയിം ആണല്ലോ. അപ്പം ഇത് പുറത്ത് പോയി കരയുന്ന കാരാണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് ജിൻഡോ പറയുന്നു. അപ്പം നോറ, ഞാൻ ഇന്നും കരഞ്ഞു, പക്ഷേ എനിക്കതൊന്നും എല്ലാവരുടെ മുമ്പേ പറയേണ്ടതൊന്നും യാതൊരു ആവശ്യമില്ല. ഞാൻ ക്യാമറ നോക്കി പറഞ്ഞോ, ഇല്ലാത്ത കാര്യം നിങ്ങൾ പറയണ്ട, കള്ളൻ ഇവിടെ ഭൂലോക നുണയൻ, കള്ളനാണ് നിങ്ങൾ എന്നിങ്ങനെ പറയുന്ന സാധനമാണ്. ഇതോടുകൂടിയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ അഭിഷേകാണ് ഇതിനകത്ത് പെട്ട് കിടക്കുന്നത്. ഇവരുടെ ഗെയിമിൽ പെട്ട് അൻസിബ, നോറ, റസ്മിൻ ഇതിനകത്ത് പെട്ട അഭിഷേകിനും കൂടി ഞാൻ പറഞ്ഞു, ഇവർ 3 പേരും നെഗറ്റീവായി. റസ്മിൻ പിന്നെയും വേണ്ടൂല, നോറയും അൻസിബയും നല്ല നെഗറ്റീവാണ്. ഈ കൂട്ടത്തിൽ അഭിഷേകത്തിന് ഒരു പ്യുവർ സോളാണ്. അതിനെ നമുക്കറിയാം, ഗെയിം കളിക്കാൻ നേരെ പോലെ ലെവലാണ് അഭിഷേക് കളി. അഭിഷേകം കൂടെ നെഗറ്റീവ് ആവല്ലേ എന്ന് എനിക്ക് ബുള്ളി ഗ്യാങ്ങിലോട്ട് ഇനി അഭിഷേകം കൂടെ വരാനേ ഉള്ളൂ. അതുകൂടി വന്നു കഴിഞ്ഞാൽ തീർന്നു. ഋഷിയും കൂടെ അതിനകത്താണ്. കാരണം അൻസിബ ചലിക്കുന്ന ആള്, കുതിര ആരാണ്? ഋഷി. അങ്ങനെയാണല്ലോ ഇപ്പോൾ പോകുന്നത്. അപ്പം നാളത്തെ അപ്ഡേറ്റുകളായിട്ട് ഞാൻ വരാം, പ്രൊമോയുടെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്താ തോന്നിയത്, നിങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.